എന്നാലും ആ ചോറിൽ ആരായിരിക്കും ഉപ്പും മുളക് ഇട്ടിട്ടുണ്ടാവുക? ഞാനല്ല കറക്റ്റ് ഇട്ടതായിരുന്നല്ലോ. ഇനിയിപ്പോൾ ആ പെണ്ണേറ്റായിരിക്കുമോ? ഞാനാണെങ്കിൽ അവളിൻ്റെ അടുത്തേക്ക് വന്നപ്പോൾ ഞാൻ ആട്ടിയതുമാണല്ലോ. ഇഷത്താത്ത ആ എന്താടാ? മാമന് നിങ്ങൾക്ക് വള കൊടുക്കണ വള. വളേ? എന്ത് വള? സ്വർണത്തിന്റെ വളാണ്. പിന്നെ പോടാ പറ്റിക്കാതെ. സത്യം. ശരിക്കും? എന്നിട്ടോടടാ? മെച്ചിന്റെ കൈ കൊടുത്തിക്കണ്. ആ എന്നാ ഇപ്പൊ കിട്ടിയത് തന്നെ. കണ്ടില്ലേ, ഇപ്പൊ കിട്ടും. ഹായ്, എന്നാ ഞാൻ വേഗം പോയിട്ട് വരാം. എന്താ വിളിച്ചേ? എടി നീയല്ലടി ആ ചോറിൽ ഉപ്പും മുളകും വാരിയിട്ട്? അയ്യോ ഞാനല്ല, ഞാൻ ആ വഴിക്ക് വന്നിട്ടില്ല. എന്തായാലും എൻ്റെ ഫുഡ് കൊളായപ്പോൾ നിനക്ക് സമാധാനമല്ലോ. പോയിക്കോ വരുന്നു. അല്ല. ആ എന്താ? അയ്യോ ഒന്നില്ല. എന്തായി, കിട്ടിയ? ആ കിട്ടിയടാ. നീ ഉപ്പും മുളക് ഇട്ടേനെ എനിക്കാണ് കിട്ടിയത്. എന്നാലും ഓൻ്റെ മുന്നിൽ മാനം പോയല്ലോ. ആ മാനം പോയാലും എന്ത്, ഒരു ഡയമണ്ടിൻ്റെ വള കിട്ടിയില്ല. ഇത് ഈ മോഡലായത് നന്നായി, അതുകൊണ്ട് എനിക്കും കൂടി ഇടാൻ പറ്റി. എന്തായാലും ഇനി ഇതിൻ്റെ കയ്യിലിരിക്കട്ടെ. ഇഷത്താത്ത അതെന്താടാ? ഇതില് നാരങ്ങ വേണ? എന്ത് മാതള നാരങ്ങ? ഞങ്ങളെ നാട്ടിലൊക്കെ പറയല്ലേ ബബ്ലൂസ് നാരങ്ങ എന്നാ. അല്ലടാ, ഇന്നലെ ഞാൻ പഠിപ്പിച്ചൊക്കെ മാഡം ചോദിച്ചാ? എല്ലാം ഞാൻ മാറ്റിയോട് പറഞ്ഞടിച്ച്. ഹായ് ഗുഡ് ബോയ്. അല്ലെങ്കിലേ മിനി സൂപ്പറാണ്. ഇഷത്താത്തക്ക് വള തന്നമ്മച്ചി. അത് ഉമ്മച്ചി തരലുണ്ടാവൂലടാ. ഇഷത്താത്ത ഒന്നും കൂടി പോയി ചോദിച്ചോക്ക്. അത് വേണടാ. ചോദിച്ചോക്ക്, അത് പോയി ചോദിച്ചോക്ക്. ശരി, ചോദിച്ചു നോക്കാം. അതെ, എന്താ? ഹെമിമോൻ പറഞ്ഞു മാമന് ഒരു വള കൊടുക്കണമെന്ന്. മാമൻ അങ്ങനെ പല സാധനം കൊണ്ടുവരും. അതൊക്കെ ആർക്ക് കൊടുക്കണമെന്നേ ഞാൻ തീരുമാനിച്ചോളാം കേട്ടോ. എടാ അമ്മച്ചി എനിക്ക് തന്നീലടാ. ഇഷത്താത്ത അപ്പ വരാം. ഉമ്മച്ചിയെ, എന്താ മോനെ? നിങ്ങൾക്കൊരു കാര്യം പറയാനുണ്ട്. എന്താടാ പറയടാ. ഉമ്മച്ചിക്ക് നന്നായിക്കോട്ടെ. അതുകൊണ്ടും കൂടി നടന്നിട്ട് ഒരു ടീമായിക്കുന്നു. ഇതെന്ത് തേങ്ങനൊന്നും മനസ്സിലാവണില്ലല്ലോ. ഇക്ക വിളിക്കണ്ടല്ലോ. ഹലോ ഇക്ക. ആ എന്താ വിശേഷം? എന്തെറ്റി സൗണ്ടിന്? ആകെ ജലദോഷം പിടിച്ചിടും, ഒന്നും പറയണ്ട. ഓ, പിന്നെ നമ്മുടെ ഇഷമോൾക്കൊരു ഡയമണ്ടിന്റെ വളൊക്കെ കിട്ടിയെന്ന് പറഞ്ഞല്ലോ. നിങ്ങൾ എങ്ങനെ അറിഞ്ഞേ? ആ അത് നീ എന്നോട് പറഞ്ഞില്ലെങ്കിലും നിന്റെ ആങ്ങൾ എന്നോട് വിളിച്ചു പറഞ്ഞിരുന്നു. ഓ, അത് പിന്നെ അവന് ആ ആയിക്കോട്ടെ. നീ അവളൊന്ന് വിളിച്ചേ, ഞാൻ അവളെ കണ്ടിട്ട് എത്ര ദിവസമായി? ആ ഇഷമോള് കളിക്കാണ് ഫ്രണ്ട്സിന്റെ ഒപ്പം. ഞാൻ ഇനിയിപ്പോ അവളെ കുറെ ബുദ്ധിമുട്ടിക്കണ്ടല്ലോ. ദിവസമായി അവളോട് സംസാരിച്ചിട്ട്. ഞാൻ എപ്പോ വിളിച്ചാലും നീ അവൾ അവിടെയാണ് ഇവിടെയാണെന്ന് പറയും. ഇന്ന് എന്തായാലും അവളോടൊന്ന് സംസാരിക്കണം. നീ അവളെ വിളിക്ക്. ഞാനൊന്ന് പോയി നോക്കട്ടെ. എന്നാ ഇക്ക കട്ട് ചെയ്യും. ഞാൻ 5 മിനിറ്റ് കഴിഞ്ഞിട്ട് വിളിക്കാം. ഓക്കെ ശരി. ഇയാൾക്ക് മോളെ സൗണ്ട് കേൾക്കാഞ്ഞിട്ട് ഉറക്കം വരുന്നില്ലേ? ഷോ കുടുങ്ങിയല്ലോ. ഇപ്പൊ എന്താ ചെയ്യുക? ഇതിനിപ്പോ എങ്ങനെ ഒന്ന് രക്ഷപ്പെടുക? ഷോ കുടുങ്ങിയല്ലോ. ഇപ്പൊ എന്താ ചെയ്യുക? ഇതിനിപ്പോ എങ്ങനെ ഒന്ന് രക്ഷപ്പെടുക? ആ ഒരു വഴിയുണ്ട്. ഇഷാ, എടി ഇഷാ. എന്നെ വിളിച്ചോ? നീ ഇങ്ങ് വന്നേ. ഡി, നിന്റെ ഉപ്പച്ചിപ്പ വിളിക്കും. അപ്പൊ നിനക്കൊരു ഡയമണ്ടിന്റെ വള കിട്ടിയോന്ന് ചോദിച്ചാൽ നീ കിട്ടിയെന്ന് പറഞ്ഞാണോ കേട്ടോ. അതുപോലെ ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലോ നിന്റെ തനി സ്വഭാവം നീ കാണേണ്ടി വരും കേട്ടോടി. നിന്റെ ഉപ്പച്ചി അവിടെ നീ എന്റെ കൂടെ നിൽക്കുക എന്നുള്ള ഓർമ്മ വേണം. മനസ്സിലായോ? എന്നാ ഈ വള കയ്യിലിട്ടോ. പിന്നെ ഞാൻ പറഞ്ഞതൊക്കെ ഓർമ്മ ഉണ്ടല്ലോ. ആ കൈ ഇങ്ങ് നീട്ട്. ഹായ്. ഞാൻ അതിന്റെ ഭംഗി നോക്കാതെ ഇവിടെ വന്നിരിക്കും. ഞാൻ ഉപ്പച്ചിനെ വിളിക്കട്ടെ. ഹായ് ഇക്ക, ഇതങ്ങളെ പൊന്നാര മോള്. ഹായ് ഇഷമോളെ. ഹായ് പച്ച. എന്താടി സുഖാണോ? ആ സുഖാണ് പച്ച. ഓക്കെ എവിടെ ഡയമണ്ടിന്റെ വളൊക്കെ കിട്ടിയെന്ന് പറഞ്ഞല്ലോ, കാണിച്ചേ പച്ചിനെ. ഇതാ പച്ച. അയ്യോ അടിപൊളിയുണ്ടല്ലോ, സുന്ദരി ആയിട്ടുണ്ട്, മാഷാ അല്ലാ. പിന്നെ പഠിപ്പൊക്കെ എങ്ങനെ പോണു? സുഖമായിട്ട് പോണു. ഓക്കെ ഞാനേ അടുത്ത ആഴ്ച എൻ്റെ ഒരു ഫ്രണ്ട് വരുന്നുണ്ട്. അപ്പൊ ഞാനേ കുറച്ച് ഡ്രസ്സുകളൊക്കെ കൊടുത്തേക്കാം മോൾക്ക് വേണ്ടിട്ടാ. അതെന്തിനൊക്കെ ഡ്രസ്സുകൾ കൊടുത്തയക്കുന്നത്? ഇപ്പൊ ഒന്നാമത് മോള് വലുതായിക്കുന്നത്. അവളെ സൈസ് ഒന്നും നിങ്ങൾക്ക് അറിയില്ലല്ലോ. ഞാൻ ഇവിടുന്ന് വാങ്ങിക്കൊടുത്തോണ്ട് ഇക്ക പൈസ അയച്ചെന്നാ മതി. ആ എന്നാ പിന്നെ ആയിക്കോട്ടെ, അവളുടെ ഇഷ്ടത്തിന് വാങ്ങിക്കൊടുക്കുന്നുണ്ട്. ആയിക്കോട്ടെ എന്നാലേ ഞാൻ പിന്നെ വിളിക്കാട്ടാ. ഓക്കെ ഇഷമോളെ ബൈ പറഞ്ഞേ.
ബായ് പച്ച. ഓക്കെ മുത്തേ. നീ എന്തടി ഇവിടെ ഇരിക്കണേ? എണീറ്റ് പോടി. നിക്കടി അവിടെ. അല്ല പൊന്നുമോളെ എങ്ങോട്ടാ വളമൊക്കെ ഏറ്റ് അത് ഊരിത്താടി. ഇതൊന്നും ഇടാനേ നീ ആയിട്ടില്ല കേട്ടോ. പോകാൻ നോക്ക്. ഇതെന്റെ കയ്യിനാ ചേരുന്നത്. എന്താ നോക്കിക്കണേ? പോയിക്കോ.